നമസ്കാരം സുഹൃത്തുക്കളെ, യാത്രാ സ്നേഹിയുടെ പുതിയൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു 2-3 പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഫർമേഷനിലോട്ട് നോക്കാം. ആദ്യത്തേതായി നമ്മൾ പറയുന്നത് ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ എല്ലാവരും ആധാർ എടുത്തിട്ടുണ്ടല്ലേ. അതായത് ഇപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ എല്ലാവർക്കും ആധാറിൻ്റെ അപ്ഡേഷൻസ് ആവശ്യമുള്ളതുകൊണ്ട് ആധാർ എടുക്കുന്നുണ്ട്. അങ്ങനെ എങ്ങാനും ആധാർ എടുക്കാത്ത ആളുകൾ വല്ലതും ഉണ്ടെങ്കിൽ അവർ 18 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ആധാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പരിഷ്കാരം വന്നിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 18 വയസ്സ് കഴിഞ്ഞ് ആധാർ വീട്ടിലെത്തി പരിശോധന. 18 വയസ്സ് കഴിഞ്ഞവർ പുതുതായി ആധാറിന് അപേക്ഷിച്ചാൽ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി പരിശോധിച്ച ശേഷമേ അംഗീകാരം നൽകൂ. അപേക്ഷകനെ നേരിൽ കണ്ട് അപേക്ഷയിലെ വിവരങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടണം. എന്നാൽ ഈ നടപടിക്രമങ്ങൾക്ക് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല. പ്രായപൂർത്തിയായവരുടെ പേരിൽ വ്യാജ ആധാർ കാർഡുകൾ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് പരിഷ്കാരം. അപ്പം അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ ആധാർ കാർഡ് എടുക്കുകയാണെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞവരാണ് ആധാർ എടുക്കുന്നതെങ്കിൽ അവരെ വീട്ടിലെത്തിയിട്ട് വിവരങ്ങൾ അന്വേഷിച്ച ശേഷം മാത്രമേ ആധാർ കൊടുക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാസ്പോർട്ടൊക്കെ എടുക്കുമ്പം പോലീസ് ഓഫീസേഴ്സൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കില്ലേ, എന്നിട്ടല്ലേ നമുക്ക് നമ്മൾക്ക് നൽകിയിരിക്കുന്ന വിവരം ശരിയാണെന്നും അതുപോലെ നമുക്ക് പുറത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നും ഒക്കെ നമ്മുടെ വീടിനടുത്തുള്ളവരോടൊക്കെ അന്വേഷിച്ചിട്ടല്ലേ നമുക്ക് പാസ്പോർട്ടൊക്കെ ഇഷ്യൂ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഇനി ആധാർ കാർഡിൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഫർമേഷൻ നോക്കാം. രണ്ടാമതായി പറയുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പം നമ്മളെല്ലാവരും ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ. കോവിഡ് വന്നതോടുകൂടി എല്ലാവരും വീട്ടിലടച്ചിരുന്നപ്പം കുറച്ച് നാളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നു. പിന്നീട് അത് ഓൺലൈൻ ക്ലാസ്സായി മാറി. ഓൺലൈൻ ക്ലാസ് വഴി പിന്നെ നമുക്ക് ഓൺലൈൻ നോട്ട്സ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ക്ലാസ്സുകൾ പലതും ഓൺലൈനിലായി മാറി. അങ്ങനെയൊക്കെ വന്നു അല്ലേ. എങ്കിലും അതിൽ നിന്നെല്ലാം മാറി നമ്മൾ ഈ കോവിഡിൽ നിന്ന് പുറത്തു വന്ന ശേഷവും ഇപ്പോഴും ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്ന സാഹചര്യം ചിലവർക്കെല്ലാം ഉണ്ട്. ഓൺലൈൻ ക്ലാസ് എന്നല്ല, ഓൺലൈൻ നോട്ട്സ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമുക്കൊന്ന് നോക്കാം. വേണ്ട വാട്സപ്പ് നോട്ട്സ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ നോട്ട്സ് നൽകരുതെന്ന് സർക്കുലർ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള നോട്ട്സ് ഉൾപ്പെടെയുള്ളവ അധ്യാപകർ വാട്സപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി അക്കാദമി ജോയിന്റ് ഡയറക്ടറാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. നോട്ട്സ് ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുമ്പോൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിന് അധിക ചെലവ് വരുന്നതായി ആരോപിച്ച് രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ തീരുമാനമെടുക്കാൻ വകുപ്പിനോട് കമ്മീഷൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോവിഡ് കാലത്ത് സ്കൂളുകൾ അടഞ്ഞുകിടന്നതിനാൽ ഓൺലൈൻ പഠനം പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നോട്ട് ഉൾപ്പെടെ ഓൺലൈനായി നൽകുന്നത് നേരിട്ടുള്ള പഠനാനുഭവം ഇല്ലാതാക്കുന്നതായി സർക്കുലറിൽ പറയുന്നു. അപ്പോൾ ഇതാണ് ഈ സർക്കുലർ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് നോട്ട്സ് കൊടുക്കരുത്, മെയിനായിട്ട് ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് കൊടുക്കരുതെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണേ. കാരണം നിങ്ങളുടെയും മക്കളെല്ലാം പഠിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഈ നോട്ട്സ് ഇങ്ങനെ കിട്ടുമ്പോൾ ക്ലാസ്സിൽ കൂടുതൽ ക്ലാസ് കിട്ടാനുള്ള സാഹചര്യമുണ്ട്. നോട്ട്സ് വീട്ടിൽ ചെന്ന് എഴുതുമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഒരുപക്ഷെ ടീച്ചേഴ്സ് അങ്ങനെ ഓൺലൈൻ നോട്ട്സ് കൊടുക്കുന്നത്. അപ്പം ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ എതിരഭിപ്രായവും ഉണ്ടാവും, ഇതിനെ അനുകൂലിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് അറിയിക്കണേ. ഇനി മൂന്നാമത് വന്നൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബാഗേജുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഈ ബാഗേജിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഫോറിനിലേക്ക് ടൂർ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിന് പോവുകയാണെങ്കിലോ ഒക്കെ ഇത്ര കിലോ വരെ ഓരോരുത്തർക്കും കൊണ്ടുപോകാൻ പാടുള്ളൂ. അത് ക്യാബിൻ ബാഗേജ് ഇത്രയാണ്, ചെക്ക് ഇൻ ബാഗേജ് ഇത്രയാണ് എന്നൊക്കെ ഓരോ നിയമങ്ങളുണ്ട് അല്ലേ. ആ നിയമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ പരിഷ്കരിക്കുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ അതെന്ത് ചെയ്യും, ഇത്ര കിലോയിൽ കുറവേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറയും, അല്ലെങ്കിൽ ഇത്ര കിലോ വരെ കൊണ്ടുപോകാം എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് വന്നിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സൗജന്യ ബാഗേജ് പരിധി വീണ്ടും 30 കിലോഗ്രാമാക്കി മാറ്റി. എയർ ഇന്ത്യ എക്സ്പ്രസ് UAE ഇന്ത്യ സെക്ടറിൽ വെട്ടിക്കുറച്ച സൗജന്യ ബാഗേജ് പരിധി പ്രവാസികളുടെ പ്രതിഷേധത്തിനു പിന്നാലെ പുനഃസ്ഥാപിച്ചു.
ഇന്ന് രാത്രി 12 ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് 30 കിലോഗ്രാം വരെ ബാഗേജ് കൊണ്ടുപോകാം. കഴിഞ്ഞ ഓഗസ്റ്റ് 19 മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് 20 കിലോ വരെയായിരുന്നു സൗജന്യമായി അനുവദിച്ചിരുന്നത്. അപ്പം നേരത്തെ ഓഗസ്റ്റ് 19 മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് 20 കിലോ വരെ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നായിരുന്നു. അത് യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് 30 കിലോ വരെ ആക്കി മാറ്റിയിട്ടുണ്ട്. സൗജന്യമായി കൊണ്ടുപോകുന്നതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിക്കറ്റിനോടുകൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വെയിറ്റ് ആണ് ഈ പറയുന്നത്. നേരത്തെ 20 കിലോ ആയിരുന്നത് ഇപ്പോൾ 30 കിലോ വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക കേട്ടോ. കൂടുതൽ കൊണ്ടുപോകാൻ സാഹചര്യമുണ്ട്. 30 കിലോ വരെ കൊണ്ടുപോകാൻ സാധിക്കും. പെർ ഹെഡിനാണ് 30 കിലോ കേട്ടോ. അപ്പം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. കാരണം സ്ഥിരമായി താമസിക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകില്ലേ, ഡ്രസ്സ് കൊണ്ടുപോകും, അതല്ലെങ്കിൽ ചിലപ്പോൾ അവിടെയൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ളതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകും. അതുപോലെ നമ്മൾ കറി പൗഡറുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകില്ലേ. അപ്പോൾ ഇത് ഈ 30 കിലോ ഒക്കെ പെട്ടെന്നാവും. അപ്പോൾ അതിലൊക്കെ കുറവ് വരുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഫോറിൻ കൺട്രീസിലേക്ക് ഭയങ്കര ചിലവായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ ഇവിടുത്തെ 20 രൂപയ്ക്ക് തുല്യമാണ് UAE പോലുള്ള രാജ്യങ്ങളിലെ 1 രൂപ എന്ന് പറയണത് അല്ലേ. ഒരു ദിർഹം അല്ലെങ്കിൽ ഒരു ദിനാർ എന്നൊക്കെ പറയണതിൽ 20 രൂപ നമ്മുടെ ഇവിടുത്തെ മുടക്കുമ്പോൾ 20ഓ 21ഓ അത് മാറിക്കൊണ്ടിരിക്കും. അത്രയും രൂപ മുടക്കിയാലേ അവിടുത്തെ ഒരു ദിനാർ അല്ലെങ്കിൽ ഒരു ദിർഹമൊക്കെ ആയി മാറുള്ളൂ അല്ലേ. അപ്പോൾ അത്രയും രൂപ ചേഞ്ച് വരുന്നതുകൊണ്ട് തന്നെ നല്ല ചിലവാണ് അവിടെ ഓരോ സാധനങ്ങളും വാങ്ങുന്നതിന്. അപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഏക വഴി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ ബാഗേജ് ഒക്കെ വെട്ടിക്കുറയ്ക്കുക എന്ന് പറയുമ്പം യാത്രക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ജോലിക്കായിട്ടോ താമസിക്കാനായിട്ട് പോകുന്ന ആളുകൾക്കെല്ലാം നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ചെറിയൊരു ആശ്വാസമാണ് ഇപ്പോൾ ഒരു 10 കിലോ കൂടെ കൂടുതൽ കൊണ്ടുപോകാമെന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വെച്ചിരിക്കുന്ന ഒരു നിയമത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായി അറിയിക്കുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇതെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു ഇൻഫർമേഷൻ അപ്ഡേറ്റ്സുമായി അടുത്ത ദിവസം കാണാം. യാത്രാ സ്നേഹി സൈനിങ് ഔട്ട്. ബൈ.